ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മി അന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്ക് കിച്ചണിലൊക്കെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ്. ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നു. ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുറി ബാക്കി ഉണ്ടാവുക, അല്ലെങ്കിൽ ചിരവിയ തേങ്ങ ബാക്കി ഉണ്ടാവുകയൊക്കെ ചെയ്യില്ലേ. അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ അതിനകത്ത് മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടാവും. അതില്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് തേങ്ങ ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ളൊരു പാത്രം എടുക്കുക. എന്നിട്ട് തേങ്ങാമുറി അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ആ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് തേങ്ങ എടുത്താലും ഇതുപോലെ തന്നെ ഇരിക്കും, നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും. തണുപ്പ് മാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേണ്ട, അതേപോലെ തന്നെ എടുത്ത് തേങ്ങ ചിരവാകുന്നതാണ്, നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് പപ്പടമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പപ്പടം പൊരിച്ചതിന് ശേഷം ബാക്കി ഉണ്ടാവുകയാണെങ്കിൽ ഇതുപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ പപ്പടം ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഒരുപാട് പപ്പടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. എത്ര നാൾ വേണമെങ്കിലും പപ്പടം ഇതുപോലെ സൂക്ഷിച്ച് വെക്കാം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുന്ന ഒരു ഫ്ലാസ്കില്ലേ, അതിൽ കുറേ നാൾ ചായയൊക്കെ ഒഴിച്ച് വയ്ക്കുമ്പോൾ അതിനകത്ത് കറയൊക്കെ പിടിച്ചിട്ടുണ്ടാകും. ആ കറ പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ പേസ്റ്റില്ലേ, കോൾഗേറ്റ് പേസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് കുറച്ച് ഭാഗം ഈ ഒരു ഫ്ലാസ്കിൻ്റെ മുകളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഫ്ലാസ്കിൻ്റെ അടപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ട് വരാം. കഴുകി കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള കറകളൊക്കെ പോയിട്ടുണ്ട്. ഈ ഫ്ലാസ്ക് നല്ലപോലെ തിളങ്ങുന്നുണ്ട്, നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്, ഇതിനകത്തുള്ള സ്മെല്ലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ മീനൊക്കെ വറുത്ത് കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വീടിനകത്തൊരു സ്മെല്ലുണ്ടാവും. പിന്നെ ചാളയൊക്കെയാണെങ്കിൽ പ്രത്യേകിച്ചും ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്മെല്ല് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്, നമ്മൾ ഉപയോഗിക്കാത്തൊരു പഴയ സ്റ്റീൽ പാത്രം എടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കംഫർട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തുണികൾക്കൊക്കെ നല്ല സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കംഫർട്ടിന് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു തിളയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് ഫുള്ളായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ മീൻ വറുത്ത മണമൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട് ഫുള്ളായിട്ടുണ്ടാവുക. ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഫ്ലോറിലൊക്കെ എണ്ണയൊക്കെ ചാടാറുണ്ട്. അത് കളയുന്നതിന് വേണ്ടിയിട്ടൊരു ടിപ്പാണ് ഇനി അടുത്തത്. അപ്പോൾ ഈ എണ്ണ വീണ സ്ഥലത്തേക്ക് ഞാൻ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കാം. പൗഡർ തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിലുള്ള അരിപ്പൊടി അല്ലെങ്കിൽ കേടായിട്ടുള്ള ഗോതമ്പ് പൊടി, അരിപ്പൊടിയൊക്കെ എങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഒരുപാട് എണ്ണയൊക്കെ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ എണ്ണ വീണ ഒരു അടയാളം പോലും ഇല്ല. ഇത് നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും കടലയൊന്നും വെള്ളത്തിലിട്ടിട്ടില്ലല്ലോ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു കാസറോൾ എടുക്കുക, അതിനകത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഈ കാസറോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല ടൈറ്റായിട്ടൊന്ന് അടച്ചു വയ്ക്കണം. 1 മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം. 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് തുറന്നു നോക്കുമ്പോൾ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അടുക്കളയിലുള്ള മറ്റു ജോലികളൊക്കെ ചെയ്യാം. ഇനി നമുക്കിത് സാധാരണ കുക്കറിലിട്ട് വേവിച്ച് കടലക്കറിയാക്കി എടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അരിയൊക്കെ കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ പ്രാണികളൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ ആ പ്രാണികളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരിയിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അരികളിൽ പ്രാണി ചെള്ളൊന്നും വരുന്നതായിരിക്കില്ല, കുറേ നാൾ ഉപയോഗിക്കാവുന്നതാണ്. അരിയിൽ വറ്റൽമുളക് ഇട്ട് കൊടുത്തതുപോലെ തന്നെ നമ്മുടെ കടല, പയറ്, പീസ് അങ്ങനത്തെ ധാന്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിലും പ്രാണികൾ വരാതിരിക്കാൻ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പച്ചമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കവറേപ്പാടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ പച്ചമുളക് പെട്ടെന്ന് ചീത്തയാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചമുളകൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഈ ഒരു പച്ചമുളകിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പറിലേക്ക് വിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ പേപ്പർ വെച്ച് തന്നെ ഒപ്പിയതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ഈ ഒരു ടിന്നിലേക്ക് ഒരു പേപ്പർ തന്നെ മടക്കി വെച്ച് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പേപ്പർ വലിച്ചെടുത്തോളും.
എന്നിട്ട് നമുക്ക് ഈ പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞെട്ടൊക്കെ കളഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പേപ്പർ തന്നെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് പച്ചമുളക് കേടാവാതെ ഇരിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ സിങ്കിൽ പലപ്പോഴും വേസ്റ്റൊക്കെ വന്ന് അടിഞ്ഞിട്ട് കിച്ചൺ സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ അതേപോലെ ബ്ലോക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടി നമുക്കത് ഇതുപോലത്തെ ഒരു സ്റ്റെയിനർ വാങ്ങിച്ച് നമ്മുടെ കിച്ചൺ സിങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ ചെറിയ വേസ്റ്റ് വരെ വന്ന് അടിഞ്ഞിരിക്കുന്നതായിരിക്കും. നമുക്ക് ആ വേസ്റ്റ് എടുത്ത് കളയാവുന്നതുമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റെയിനർ യൂസ് ചെയ്യാൻ നമ്മുടെ കിച്ചൺ സിങ്ക് പെട്ടെന്നൊന്നും ബ്ലോക്ക് ആവില്ല. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പഴമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലിയൊക്കെ വേസ്റ്റിൽ കളയാറാണ് പതിവല്ലേ. അപ്പോൾ അതാ ഞാൻ ഇവിടെ പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ഐസ്ക്രീം ടിന്നിലേക്ക് ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 ദിവസം നമുക്ക് ഇതുപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാം. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെടിയുടെ ചോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ചെടികൾക്കൊക്കെ നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ കുഞ്ഞു ടിപ്സുകൾ. ഈ ടിപ്സ് പലർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.